സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വയനാടിനും നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 23 മുമ്പ് മന്ത്രിസഭാ വികസനം പൂർത്തിയാക്കുമെന്നും ഉമ്മൻചാണ്ടി വിശദീകരിക്കുന്നു. സ്മാർട്ട് സിറ്റി കരാറിൽ ചില സംശയങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ കാലതാമസം ഉണ്ടാക്കില്ലെന്നും കളങ്കിതരെ മുഖ്യമന്ത്രിയാക്കരുതെന്ന് പറയാൻ VS അച്യുതാനന്ദന് അവകാശമില്ലെന്നുമാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നത്. അതിനിടെ പെട്രോൾ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഡീസൽ വിലയിലും ഉടൻ വർധനയുണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിമാരുടെ യോഗം അടുത്തയാഴ്ച ചേരുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജി അറിയിക്കുന്നത്. പെട്രോൾ വിലയിലുള്ള നിയന്ത്രണം സർക്കാർ എടുത്തു കളഞ്ഞിട്ടുള്ളതിനാൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് നല്ലെന്നും ഇക്കാര്യം പൂർണ്ണമായും എണ്ണ കമ്പനികളാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്നുമാണ് പ്രണബ് മുഖർജി വിശദീകരിക്കുന്നത്. ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെ വില അതേസമയം കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇതിനായുള്ള യോഗമാണ് അടുത്തയാഴ്ച നടക്കുക എന്നും പ്രണബ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എണ്ണ കമ്പനികൾ രാജ്യത്ത് പെട്രോളിന് വില ലിറ്ററിന് 5 രൂപ തോതിലാണ് വർദ്ധിപ്പിച്ചിരുന്നത്. മന്ത്രിമാരുടെ എണ്ണം, വകുപ്പുകൾ എന്നീ വിഷയങ്ങളെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുന്ന KM മാണിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ശ്രമം വിജയിച്ചില്ല. 3 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കിട്ടാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് KM മാണിയുടെ നിലപാട്. എന്നാൽ പരമാവധി 2 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അനുവദിക്കാം എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. KM മാണിയുടെ മകൻ ജോൺ കെ മാണിക്ക് കേന്ദ്ര മന്ത്രി പദവി നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് ഫോർമുലയെക്കുറിച്ചും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചന നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് 25 സീറ്റുകൾ എന്ന ആവശ്യം അംഗീകരിക്കാത്തതിന്റെ പേരിലും പാലായിൽ KM മാണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ കാരണത്താലും കോൺഗ്രസിനോട് മാണി കോൺഗ്രസിന് നിലവിൽ അതൃപ്തിയുണ്ട്. PJ ജോസഫിന്റെ പാർട്ടി കൂടി ഇത്തവണ മാണി കോൺഗ്രസിൽ ലയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ 3 മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടിയില്ല എങ്കിൽ കേരള കോൺഗ്രസിനുള്ളിലും കൂടുതൽ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആവശ്യപ്പെട്ട അത്രയും മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ ബുധനാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് KM മാണി വിട്ടുനിൽക്കുന്നതിനെ പറ്റിയും കേരള കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടോ. അതിനിടെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി ഇന്ന് തെരഞ്ഞെടുത്തു. ബുധനാഴ്ച കുഞ്ഞാലിക്കൊപ്പം കുഞ്ഞാലിക്കുട്ടിയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ലീഗിന്റെ മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കാനായി ലീഗ് നേതൃയോഗം പാർട്ടി പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ലീഗിന് 4 മന്ത്രിമാർ മതിയെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ലെന്നും ആ വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് നേതൃയോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുള്ളത്. മന്ത്രിസഭയിൽ കൃഷി, സഹകരണ വകുപ്പുകൾ വേണമെന്നാണ് സോഷ്യലിസ്റ്റ് ജനത ഇന്ന് പരസ്യമായി ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി, PB തങ്കച്ചൻ എന്നിവരുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലും സോഷ്യലിസ്റ്റ് ജനത ഈ ആവശ്യം ഉന്നയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ച നാളെയും തുടരും. സോഷ്യലിസ്റ്റ് ജനതയുടെ മന്ത്രിയായി KP മോഹനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. രാജ്ഭവനിൽ ലളിതമായ ചടങ്ങിലായിരിക്കും സത്യപ്രതിജ്ഞ നടത്തുക എന്നാണ് UDF നേതാക്കൾ അറിയിക്കുന്നത്. മന്ത്രിസഭയിൽ 21 അംഗങ്ങളെ ഉൾപ്പെടുത്താനാണ് UDF നേതൃത്വം ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ചെറിയ ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം നൽകാനും UDF നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. KR ഗൗരിയമ്മയുടെ നിലപാടുകൾ കോൺഗ്രസ് അനുഭാവികളിൽ ഉണ്ടാക്കിയ അതൃപ്തി തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് JSS നേതാവ് KK ഷാജ് വിലയിരുത്തുന്നു. UDF